അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നലെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി. അനിസ്ലാമികപരമായ കാര്യങ്ങളെ വർജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത എടുത്തൊരു തീരുമാനം ഇന്നലെ വാർത്ത നമ്മളെ കട്ടിങ്ങുകളും മീഡിയയിലൊക്കെ വന്നിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഹാലിളകി. അതിൽ പെട്ടൊരു കാക്ക ഇത് കണ്ട് കാക്കാൻ്റെ ഒരു ഹാലിളക്കം നമുക്ക് ആദ്യം കാക്ക പറയണത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം സമസ്ത. അതിന് ഫാത്തിമ തൈല മത്സരിച്ചത് കഅബ പരിപാലന കമ്മിറ്റിക്കല്ല, കേരളത്തിലൊരു നിയമസഭയ്ക്ക, അതും ഇന്ത്യയിലെ കേരളത്തിലെ നിയമസഭയ്ക്ക. ഇവിടെ ശരിക്ക് ഫാത്തിമ തൈലിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാക്കേണ്ടത് ചെയ്യിപ്പിച്ചാൽ ഉത്തരവാദിത്തമാണ്. കാരണം ഫാത്തിമ തൈല ഒരു ഇസ്ലാമാണ്. ഓർക്കില്ലാത്ത ബേജാറ് ഇസ്ലാമിനുണ്ടാകത്ത്. ഫാത്തിമ തൈലിയ ശബരിമലയ്ക്ക് കെട്ടിപ്പോയക്കല്ല, ഗുരുവായൂർ ദർശനത്തിന് പോയക്കല്ല, ഒരു നിലവിളക്ക് വളർത്തിയേക്കുക. ഇത് രാഷ്ട്രീയമാണാനും അത് ആദ്യം ഒന്ന് തിരിച്ചറിയാം. ഇതിൽ നിന്ന് മതസംഘടനകൾ വിട്ടിരിക്കുക. പല്ലാവൂർ ദേവനാരായണനായിട്ട് മമ്മൂട്ടി അഭിനയിച്ചു. എന്നിട്ട് ആ മമ്മൂട്ടി പിന്നെ അതിന് മുമ്പൊക്കെ വെള്ളിയാഴ്ച അപ്പൊ ഇയാൾ അതൊന്നും പറയാൻ പണ്ഡിതര് മതത്തിന്റെ കാര്യങ്ങൾ പറയും, അത് പാലിക്കണോ വേണ്ടിയെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കേൾക്കണവര് തീരുമാനിക്കാം. മതത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ അവർ പറയും. നിങ്ങൾ ഇതിൽ പറയുന്നുണ്ടല്ലോ എന്ത് കഅബ പരിപാലന കമ്മിറ്റിക്കല്ല തഹ്ലിയ മത്സരിച്ചത് എന്നുള്ളത്. ഞാൻ ഒന്ന് ചോദിക്കണം കാക്ക, നാളെ ഇപ്പൊ ആ നാട്ടിലുള്ള ഒരു കൂട്ടം ആളുകള് പന്നിയിറച്ചി കഴിക്കുന്ന ഒരാളുകൾ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിക്കാണ്ട് അതിന്റെ ഒരു ഫെസ്റ്റ്, പോർക്ക് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റ് ഉണ്ടാക്കി. ആ കൂടിയ ആളുകൾ തീരുമാനിക്കുക ഇത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ മണ്ഡലത്തിന്റെ MLA വരണം, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ നിൽക്കണം മന്ത്രി വരണം എന്നാണ് തീരുമാനിച്ചാല് പോയിക്കാണ്ട് അതിന്റെ ഉദ്ഘാടനം നടത്തുമോ? അപ്പൊ നിങ്ങളിത് പറയണ്ടല്ലോ ഒരു നിലവിളക്ക് കൊളത്തിയും സിമ്പിളാക്കി പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പറയാ ഓല് പോയി പന്നിയിറച്ചി കഴിക്കട്ടെ, ഒരു പന്നിനെ ഫുള്ള് കഴിച്ചിട്ടില്ലല്ലോ, ഒരു കണ്ടല്ലേ കഴിച്ചിട്ടുള്ളൂ, അതിലിപ്പോ എന്താ പ്രശ്നം എന്നില്ലല്ലോ ചോദിച്ചോ. ഇനി അതുമല്ല, ഒരു മണ്ഡലത്തിൽ പുതിയൊരു കള്ള് സാപ്പ് ഉദ്ഘാടനം നടത്തുക. അവിടുത്തെ കള്ള് കുടിക്കുന്ന ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു, ഈ കള്ള് സാപ്പ് ഒരു മുറുക്ക് കള്ള് കുടിച്ചുകാണ്ട് നിലവിലെ മണ്ഡല MLA അല്ലെങ്കിൽ മന്ത്രി ഉദ്ഘാടനം നടത്തണമെന്നാണ് തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഓരോട് പറയോ അത് പറ്റൂല, ഇവര് മത്സരിച്ചിരിക്കുന്നത് കഅബ പരിപാലന കമ്മിറ്റിക്കാണ്, അത് ചെയ്യാൻ പറ്റൂല എന്ന് പറയോ? അല്ല, അത് നിങ്ങൾ ഈ പറഞ്ഞമാര് ഒരു നിലവിളക്ക് കൊളത്തിയിട്ടുള്ളൂ എന്ന് നിസാരമാക്കി പറഞ്ഞതുപോലെ ഒരു മുറുക്ക് കള്ളുടിച്ചപ്പോ എന്താ പറ്റുകയെന്നുള്ളത് ഇങ്ങനെ പറയോ? പൊന്നാരക്കാക്ക പടുക്കാക്ക, ദീനിന്റെ കാര്യങ്ങൾ പണ്ഡിതന്മാര് പറയലും ഓല കടമയാണ്. അത് അനുസരിക്കാൻ താല്പര്യമുള്ളവർ അനുസരിച്ചാൽ മതി. പണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിരിക്കെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കും. തങ്ങൾ പറയണതൊന്ന് കേൾക്കും. നിലവിളക്ക് കൊളുത്താൻ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല, ഷിഹാബ് തങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ അറേബ്യയിൽ നിന്ന് വന്ന ബുർക്ക ധരിച്ചൊരു സ്ത്രീ സ്മാർട്ട് സിറ്റിയുടെ ചടങ്ങിൽ ബുർക്ക ധരിച്ചുകൊണ്ട് നിലവിളക്ക് കൊടുക്കുന്നു. ഇത് തമ്മിലുള്ള വലിയൊരു അന്തരം. ഇവിടെ ഈ നിലവിളക്ക് കൊടുക്കുന്നത് എന്താണ് എന്ന് അവർക്കറിയില്ല, അതുകൊണ്ട് ചെയ്തത്. അവർക്കറിയാത്ത അവരുടെ ആത്മീയതയാണ്. ഇവിടുത്തെ ഈ ജനങ്ങൾ ഇങ്ങനെ കാണുന്നു, ഇത് മനസ്സിലാക്കിയിട്ടില്ല. നിലവിളക്ക് കൊടുത്താൽ ഒരു മറ്റു സമുദായത്തിൻ്റെ ആചാരം അത് നമ്മൾ തുടരുക എന്നുള്ളതാണ്. ഏകദൈവ ഇത് പറഞ്ഞത് തങ്ങളാണ്. തങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉന്നത സ്ഥാനത്തിട്ടുള്ള ആളാണ്. തന്റെ അണികളോട് എല്ലാവരോടും പാടെ പറഞ്ഞതാണ്. അന്നെന്തേ കാക്കല്ലേനിയോ അതിനെതിരെ സംസാരിക്കാൻ? ഇതിപ്പോ സമസ്ത എന്നില്ല വാക്കാണോ നിങ്ങളെ പ്രശ്നം? സമസ്ത പണ്ഡിതർ ഇങ്ങനെ തീരുമാനം എടുത്തു എന്നുള്ളത് ദീന് വിശ്വസിക്കുന്ന ആളുകൾ, ദീനും കൊണ്ട് നടക്കുന്ന ആളുകൾ പാലിച്ചാൽ മതി. ഇല്ലാത്തത് പാലിക്കേണ്ട, ഇടങ്ങേറായി കണ്ട് പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. സിനിമ ഹറാമാണെന്നുള്ളത് എന്നോ പറഞ്ഞിക്കണല്ലോ. പിന്നെ ഓരോ സിനിമന്റെ അടിയിലും വന്ന് കണ്ട് ഇങ്ങനെ പറയണോ അത് ഹറാമാണ് ഇത് ഹറാമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. സിനിമ ഓൾറെഡി ഹറാമാണെന്നുള്ളത് എല്ലാ പണ്ഡിതരും പറഞ്ഞ കാര്യമാണ്. ഏതാനും കാക്ക നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച്